ഹായ്, ദിസ് ഇസ് ഷാലു ഫ്രം ഇറ്റ്സ് മീ ഷാലു. ഇതെന്താ കുട്ടി ഒട്ടും ഉഷാറില്ലല്ലോ, ഒന്നും തിന്നാനൊന്നും കൊടുക്കാറില്ലേ? നന്നായിട്ട് കഞ്ഞിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്ക്, കുട്ടി നല്ല തക്കൊരു കുട്ടപ്പനായിട്ട് അങ്ങ് വരും. ഇങ്ങനെ എത്ര അമ്മമാര് കേട്ടിട്ടുണ്ട്. മുലപ്പാല് കൊടുക്കുന്ന ടൈമില് പാലില്ലേ, ഇതെന്താ കുട്ടി ഉഷാറില്ലല്ലോ, പിന്നെ അതിന് വയറ് നിറയുന്നുണ്ടാവില്ല. അങ്ങനെ 6 മാസം കഴിഞ്ഞതിന് ശേഷം ഇനി എല്ലാം കൊടുക്കാട്ടോ, ഒന്നും കൊടുക്കാതിരിക്കൊന്നും വേണ്ട, എല്ലാം കൂട്ടി ശീലമാണ്. അങ്ങനെയുള്ള ഡയലോഗ് വേറെ. ഇത് എല്ലാ അമ്മമാരും കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ശരിക്കും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കഞ്ഞിയും ഒക്കെ മറ്റുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് എത്രത്തോളം അവർക്ക് പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ റൈസിൽ അഥവാ കഞ്ഞിയിൽ ഒരുപാടുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പിന്നെ കാര്യമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഈ വൈറ്റമിൻസ്, അയണ്, കാൽഷ്യം അതൊന്നും ഇതിലൂടെ കിട്ടണില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കഞ്ഞി കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾസ്, പൊട്ടറ്റോ, ബീട്രൂട്ട്, അതുപോലെ ക്യാരറ്റ് ഇതൊക്കെ നമ്മൾ സ്മാഷ് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻസ്, അതായത് അയണും കാൽഷ്യം ഒക്കെ വൈറ്റമിൻസ് ഉള്ളിലേക്ക് കയറും. കുഞ്ഞുങ്ങളുടെ വയറ് മാത്രം നിറഞ്ഞാൽ മാത്രം പോരല്ലോ, അവർക്ക് ആവശ്യമായ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് എത്തിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ കഞ്ഞിയൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ വെജിറ്റബിൾ ആഡ് ചെയ്യും. അപ്പോൾ എന്തായി, പ്രോട്ടീൻ വൈറ്റമിൻസുമായി അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റും ഉണ്ടാവും. കഞ്ഞി കൊടുക്കുന്നത് കൊണ്ട് മറ്റൊരു പ്രശ്നം വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ക്യാരറ്റും മറ്റുമൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില അമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ മോനെ അല്ലെ എൻ്റെ മോക്ക് കഞ്ഞി മാത്രമേ വേണ്ടു, വേറെ ഒന്നും ഭക്ഷണമൊന്നും കഴിക്കണില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇതാണ് സംഭവം. നമ്മൾ ആദ്യമേ കഞ്ഞി മാത്രം കൊടുത്ത് അവർക്ക് ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ മറ്റൊന്നും അവർക്ക് വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഇതുപോലെ മെല്ലെ മെല്ലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മറ്റ് ധാന്യങ്ങളും കുറുക്കുകളും ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ചെറുപ്പത്തിൽ അത് ശീലാക്കിയാൽ മാത്രമേ കുട്ടികൾക്ക് വലുതാവുമ്പോഴും അതൊക്കെ പരിചയം ഉണ്ടാവുള്ളൂ. അങ്ങനെ അവരത് തുപ്പിക്കളഞ്ഞോട്ടെ, പ്രശ്നമില്ല. പിന്നെയും 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 കൊടുത്ത് മക്കൾക്ക് അത് ശീലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ നിന്നാല് പിന്നെ വലുതാവുന്നപ്പോഴും അവർക്ക് കഞ്ഞി മാത്രമേ വേണ്ടൂ എന്നുള്ളൊരു ഇതിലേക്ക് എത്തും. പിന്നെ തക്കുടു കുട്ടപ്പന്മാരായിട്ട് ഇരുന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ, അവർ ഹെൽത്തി ആയിരിക്കണ്ടേ. ഇനി കുറച്ച് മെലിഞ്ഞിട്ടാണ്, ആവശ്യത്തിനുള്ള തൂക്കം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി അൺഹെൽത്തി ആവണം എന്നില്ല. 8 മന്ത് ഒക്കെ സ്റ്റാർട്ട് ആയാല് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞിയിൽ നെയ്യൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെതായ വൈറ്റമിൻസ് കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നതാണ്. ചില അമ്മമാരൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ടാവും കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ 6 മന്ത് സ്റ്റാർട്ടായി, ഇനി 1 വയസ്സ് വരെ കഞ്ഞി മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 വയസ്സ് വരെ കഞ്ഞി മാത്രം കൊടുത്താൽ മതി, കാരണം അവരുടെ വയറ് നിറയുന്നുണ്ടല്ലോ, ഇനി ഇപ്പോൾ അതൊക്കെ മതി. വലുതായിട്ടാകുമ്പോൾ നമുക്ക് വേറെ സ്റ്റാർട്ട് ചെയ്യാം. വലുതായിട്ടാകുമ്പോൾ മാംസവും പിന്നെ മുട്ടയും അങ്ങനെയൊക്കെ വെജിറ്റബിളും ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഇതൊക്കെ മതി എന്ന് വിചാരിക്കുന്ന അമ്മമാരുണ്ടാവും. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. കാരണം നമ്മുടെ ഇനീഷ്യലി കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ചെയ്യുന്ന അല്ലെ കൊടുക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം തന്നെയാണ് അവർ അങ്ങോട്ടും കഴിക്കുക. അവർക്ക് കൂടുതലും ഇഷ്ടം അത് തന്നെയായിരിക്കും. അപ്പൊ കഞ്ഞി മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങൾ വലുതായാലും അത് തന്നെയാണ് കഴിക്കുക. അതുപോലെ 6 മന്ത് അങ്ങോട്ട് 1 വയസ്സാകുന്നത് വരെ ഓരോ സ്റ്റേജിലും കൊടുക്കേണ്ട സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫുഡ്സ് ഉണ്ട്. പിന്നെ നെയ്യ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മുട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇറച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ഓരോ സ്റ്റേജിലായിരിക്കണം. അപ്പോൾ ഇതൊക്കെ കൃത്യസമയത്ത് തന്നെ നമ്മളത് പരിചയപ്പെടുത്തി കൊടുക്കുകയും വേണം. നമ്മൾ വിചാരിക്കും കുറച്ചും കൂടി വലുതായിട്ട് ഇതൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ നടക്കില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ നമ്മളിത് കൊടുത്താലും അവർക്കത് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. പലതും നിസ്സാരമായിട്ടൊക്കെ തോന്നും, പക്ഷെ പിന്നീടാണ് അത് എത്ര വലുതാണ്, എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുക അല്ലെ. കുഞ്ഞുങ്ങളുടെ ആരോഗ്യപരമായ വളർച്ചയല്ലേ നമുക്ക് വലുതെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം കേട്ടോ. പിന്നെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.